മധ്യപ്രദേശിൽ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ച സംഭവത്തിൽ നടപടിയുമായി സർക്കാർ. സർദാർ വല്ലഭായ് പട്ടേൽ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ ദേവേന്ദ്ര പട്ടേലിനെ സസ്പെൻഡ് ചെയ്തു. ലാബ് ടെക്നീഷ്യന്മാരായ രാംഭായ് ത്രിപാഠി, നന്ദലാൽ പാണ്ഡെയ്ക്കും സസ്പെൻഷൻ. അബ്ദുൾ റഷീദ് നൽകും വിവരങ്ങൾ. റഷീദ്, മധ്യപ്രദേശിലെ ഇൻഡോർ സർക്കാർ ആശുപത്രിയിലാണ് ഈ രക്തം സ്വീകരിച്ച 4 കുട്ടികൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം സർക്കാരിനെതിരെയും ഈ ആശുപത്രി അധികൃതർക്കെതിരെയും ഉയർന്നു വന്നിരുന്നു. എന്തായാലും പ്രതിഷേധം കനത്തതോടു കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ ദേവേന്ദ്ര പട്ടേലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ലാബ് ടെക്നീഷ്യന്മാരായിട്ടുള്ള രാംഭായ് ത്രിപാഠി, നന്ദലാൽ പാണ്ഡെയ്ക്കെതിരെയും സസ്പെൻഷൻ നടപടി എടുത്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രി മുൻ സിവിൽ സർജൻ ഡോക്ടർ മനോജ് ശുക്ലക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാരണം കാണിക്കൽ നോട്ടീസ് സർക്കാർ അയച്ചിട്ടുണ്ട്. 7 ദിവസത്തിനകം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. 6 കുട്ടികൾക്ക് പുറമെ ഒരു കുട്ടിയുടെ മാതാവിന് കൂടി ഇത്തരത്തിൽ HIV ബാധയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തലസീമിയ അസുഖബാധിതരായിട്ടുള്ള കുട്ടികളാണ് ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നത്. ഇവിടെ നിന്നും രക്തം മാറ്റിവെക്കൽ ചികിത്സകളൊക്കെ തന്നെയും ഈ കുട്ടികൾക്ക് എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ദേഹാശ്വാസം അനുഭവപ്പെടുകയും പിന്നീട് നടത്തിയ പരിശോധനയിൽ HIV ബാധിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ ആശുപത്രി അധികൃതർക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ സർക്കാർ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.